ജഡ്ജിയുടെ വീട്ടിൽ കഴിഞ്ഞ 3 മാസത്തിനകത്ത് വന്നതും വെളിയിൽ പോയതുമായ ടെലിഫോൺ കാളുകളുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് സാറേ. ഇപ്പോൾ നടക്കുന്ന കേസന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് യാതൊരു കാരണവശാലും മൂന്നാമതൊരാൾ അറിയാൻ ഇടവരരുത്. ബി കെയർഫുൾ. സർ. പിള്ളേര് രക്ഷപ്പെട്ടെന്ന് രാത്രി അവരെ പിടിക്കാൻ വേണ്ടി പോലീസ് പെട്രോളിംഗ് ശക്തമായിരുന്നു. കൊച്ചിയിലെ ഓരോ മുക്കുകളും മൂലകളും രായ്ക്ക് രാമൻ അരിച്ചു പെറുക്കി. ആ സംഭവത്തിന് ശേഷം പെട്രോളിങ്ങിന് ഒരു കുറവുമില്ല. വണ്ടിയിൽ ചെറുപട ഓട്ടം തന്നെ. അങ്ങനെയാണെങ്കിൽ കൊച്ചി വിട്ടുപോകാൻ ഇതുവരെ ആ ത്രിമൂർത്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ സ്ഥിതിക്ക് അവരിവിടെ എവിടെയോ ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത. ഒന്നുകൂടി അരിച്ചു പെറുകട്ടെ. ചിലപ്പോ വേണ്ടിവരും. അവരെ പിടികൂടേണ്ടത് ഇപ്പൊ വളരെ അത്യാവശ്യമാണ്. എന്നാ പറിക്കള പോയി പെറുക്കടോ. സർ. ഓ, ഇറങ്ങിക്കോളൂ. ആ, സമയത്തിനൊന്നൊരു വിലയില്ലല്ലേ? സോറി, എക്സാമിന് മുമ്പുള്ള കുറച്ച് പോർഷൻസ് തീർക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഓക്കെ ഓക്കെ, പ്ലീസ്. മലയാള അധ്യാപികയും അത്യാവശ്യം സാഹിത്യവാസനയും ഉള്ളത് കൊണ്ടാവാം ഏതു പാട്ട് എഴുതിയാലും ട്യൂൺ ചെയ്യുന്നതിന് മുമ്പ് അത് കറക്റ്റ് ചെയ്യാനും അഭിപ്രായം അറിയാനും ത്രിമൂർത്തികൾ രാധിക മേനോനെ കാണാറുണ്ടെന്നും അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ചാണ് അവർ മ്യൂസിക്കൽ പ്രോഗ്രാം ചെയ്യാറുള്ളതെന്നും എന്തിനേറെ അവരുടെ സക്സസിന് പിന്നിൽ സീക്രട്ട് രാധികയാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടു. അവരുടെ കഴിവിലൊരു ആരാധന ഉള്ളത് കൊണ്ടാവാം കോളേജിൽ എല്ലാവർക്കും ത്രിമൂർത്തികളോട് തോന്നിയൊരു അടുപ്പം പോലെ രാധികയ്ക്കും അവരോട് തോന്നിയത്. അങ്ങനെയും സംഭവിക്കാം. ഈ അറ്റാച്ച്മെന്റ് ഒരു ഗുരുശിഷ്യ ബന്ധമാണോ അതോ? Sir, what do you mean? They are my best friends, that's all. ബെസ്റ്റ് ഫ്രണ്ട്സ്, അതായത് നല്ല സുഹൃത്തുക്കൾ. സൈക്കോളജി അനുസരിച്ച് സ്വന്തം രക്തബന്ധത്താക്കൾ ഉപരി ഉള്ളു തുറന്ന് ഏത് കാര്യങ്ങളും ഷെയർ ചെയ്യുന്നവർ. അങ്ങനെയെങ്കിൽ അവർ ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ച് മിസ് രാധിക മേനോൻ അറിയാമെന്ന് ചുരുക്കം. No, അവർ കൊലപാതകളല്ല, അവരത് ചെയ്യില്ല. കൊല്ലപ്പെട്ട ജസ്റ്റിസ് തന്റെ അമ്മാവനായിരുന്നിട്ടും ആ കൊലക്കേസിൽ പോലീസ് സംശയിക്കുന്നവരെ രാധികയ്ക്ക് എങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയും? തീർച്ചയായും അവരത് ചെയ്യില്ല. എനിക്കിതിൽ നല്ല വിശ്വാസമുണ്ട്. പിന്നെ നിങ്ങൾ അത് വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കാരണം നിങ്ങളൊരു പോലീസുകാരനാണ്, കുറ്റവാളികളെ മാത്രം തേടി നടക്കുന്ന പോലീസ്. ചൂടാവില്ല മാഡം, കൂൾ ഡൗൺ, പ്ലീസ് റിലാക്സ്. അപ്പൊ പിന്നെ ആരായിരിക്കും? ഏതാ പെൺകുട്ടി? ഗീത, വിനോദിന്റെ കസിന്. ഇങ്ങുവാ. ഗീത, രണ്ടാം പ്രതി വിനോദിന്റെ മുറപ്പെണ്ണ്. അവരെ കുറിച്ച് എന്തെങ്കിലും അറിയാതിരിക്കില്ല. എങ്കിൽ ഈ കുട്ടിയോടൊന്ന് ചോദിക്കല്ലേ മിസ് മേനോൻ? വിനോദിന്റെ കസിനോ അതോ വുഡ്ബിയോ? അങ്ങനെ സാർ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾക്ക് പറയത്തക്ക ബന്ധമൊന്നുമില്ല. എന്ന് വെച്ചാൽ കൊലയാളിയായ വിനോദുമായി അത്ര വലിയ ബന്ധമൊന്നുമില്ലെന്നും അഥവാ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇനിയും ആ ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അർത്ഥം. ആർക്കും വ്യക്തമായിട്ടൊന്നും അറിയില്ല. എങ്കിൽ പിന്നെ രണ്ടാൾക്കും പോവാം. എക്സ്ക്യൂസ് മീ, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. കഴുത്തി കിടക്കണേ മാലയിലും കയ്യിൽ കിടക്കണേ മോതിരത്തിലും വി എന്ന ഇംഗ്ലീഷ് അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിക്ടറി എന്ന ഇംഗ്ലീഷ് വേർഡാണോ അതോ? വിക്ടറി, അതാണ് സാർ കറക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ശരി. അതെ, മഴയൊന്നും പെയ്യാണ്ട് എവിടുന്ന് തവള കിട്ടാനായിട്ടോ? ചില തവളകള് മഴയില്ലെങ്കിലും വരും. അതെന്ത് തവളയാണ്? തവള. അങ്ങനെ തവള. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് നേരെ ഇരട്ടിയാലും ഭയമില്ലാണ്ട്. ആ കുട്ടി കുറച്ച് അടുക്കം ഒതുക്കൊക്കെയുള്ള ഇനി, പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് രാത്രിക്കാർക്കും കൂടുതലാണ്ടോ. സ്വഭാവം മാറാപ്പോ മകരമാസം ആവണമെന്നില്ല, എപ്പോ വേണമെങ്കിലും ആവാം. കാലത്തിന്റെ ഒരു പോക്കേ, അല്ലാതെ എന്താ.
നിങ്ങൾ എന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് എനിക്ക് നിങ്ങൾക്കും അല്ലാതെ ലോകത്ത് മറ്റാർക്കും അറിയില്ല, ഡിപ്പാർട്ട്മെന്റിന് പോലും. കാരണം യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണമെന്ന് നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനു വേണ്ടത് പരസ്പര സഹായമാണ്. അതായത് നേരെ വാ നേരെ പോ നയം. ഐ മീൻ സ്ട്രൈറ്റ് ഫോർവേഡ്. ഗീതയ്ക്ക് ഇതിലുള്ള റോൾ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻ തെറ്റിക്കാനാണ് ഭാവമെങ്കിൽ 3 പേരും അഴിയണം. വിനോദിന്റെ മുറപ്പെണ്ണാണ് ഗീത. ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ ചെന്നത് ഗീതയുടെ വീട്ടിലേക്കായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ കീഴടങ്ങാൻ അവൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ അതിന് തയ്യാറായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന അവളുടെ ചെറിയച്ഛന്റെ വീട് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. അന്വേഷണ റിപ്പോർട്ടുകളും വിധിന്യായങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത്. പക്ഷെ എങ്ങനെ നിങ്ങൾ ഈ കേസിലാകപ്പെട്ടു? ഞങ്ങളെ ഈ കേസിൽ ഉൾപ്പെടുത്താനും കൊലപാതകം ഞങ്ങൾ തന്നെയാണ് ചെയ്തതെന്ന് വരുത്താനും പോലീസിനേക്കാളും കൂടുതൽ ശ്രമിച്ചത് ചില രാഷ്ട്രീയക്കാരായിരുന്നു. കൊല്ലപ്പെട്ട മുൻ മന്ത്രി കൃഷ്ണകുമാറിന്റെ പാർട്ടിയിൽ തന്നെയുള്ള എതിർ ഗ്രൂപ്പിൽപ്പെട്ട PK സുകുമാരൻ, അയാളുടെ മകൻ മാധവൻ ഞങ്ങളുടെ സഹപാഠിയായിരുന്നു. ഈ സുകുമാരന് നിങ്ങളോട് ശത്രുത തോന്നാൻ എന്താ കാരണം? കൃഷ്ണകുമാറിന്റെ മകൾ വന്ദനയെ ഇടയ്ക്കിടെ ശല്യപ്പെടുത്തുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്യുന്നത് മാധവനൊരു ഹരമായിരുന്നു. ഇതെങ്ങനെയോ വന്ദനയുടെ അച്ഛൻ അറിഞ്ഞു. അന്ന് ഡിപ്പാർട്ട്മെന്റിൽ വളരെ സ്വാധീനം ഉണ്ടായിരുന്ന കൃഷ്ണകുമാർ പോലീസിനെ ഉപയോഗിച്ച് മാധവനെ ശരിക്കൊന്ന് പെരുമാറി. അങ്ങനെ രാഷ്ട്രീയത്തിലെ മുൻ വൈരികളായിരുന്ന കൃഷ്ണകുമാറും സുകുമാരനും മക്കളുടെ പ്രശ്നത്തോടെ ബദ്ധശത്രുക്കളായിട്ട് മാറി. അന്ന് കലോത്സവം നടക്കുന്ന സമയത്ത് മാധവന്റെ കൂടെ അപരിചിതരായ 4-5 പേരുണ്ടായിരുന്നു. പ്രോഗ്രാം മാറ്റി തെറിഞ്ഞ് മാധവൻ അവരെയും കൂട്ടി വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് കൃഷ്ണകുമാറിനെ കാണാൻ നിർബന്ധിച്ചത്. നേരത്തെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരോട് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നു. നിങ്ങളിപ്പോൾ ആരെയും സംശയിക്കേണ്ട, എല്ലാം മുകളിലുള്ളവർ തീരുമാനിച്ചോളൂ എന്നായിരുന്നു അതിനുള്ള മറുപടി. കൃഷ്ണകുമാർ കൊല്ലപ്പെട്ട് അധികം കഴിയും മുമ്പേ അയാളുടെ സ്ഥാനം സുകുമാരന് കിട്ടിയതോടെ രക്ഷപ്പെടാമെന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷയും ഇല്ലാതായി. സർ, ഞങ്ങളെ വിശ്വസിക്കണം. ഞങ്ങളൊരു അനിയന്മാരെ പോലെ കരുതി എങ്ങനെയെങ്കിലും രക്ഷിക്കണം സർ. ഇപ്പോൾ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നാൽ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് യഥാർത്ഥ പ്രതി നിങ്ങളെയും കാത്ത് പുറത്തു നിൽപ്പുണ്ടാവും. കാരണം നിങ്ങൾ ഇല്ലാതാകേണ്ടത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതായത് നിങ്ങളെ അവർ കൊല്ലാൻ മടിക്കില്ലെന്ന് പോലും അർത്ഥം. തൽക്കാലം എനിക്കൊപ്പം യഥാർത്ഥ പ്രതികളെ കിട്ടും വരെ നിങ്ങൾ ഇവിടെ താമസിക്കുന്നു. ഇതിനിടയിൽ ഇവിടെ നിന്ന് എന്നെ കബളിപ്പിച്ച് രക്ഷപ്പെടാനോ മറ്റോ ശ്രമിച്ചാൽ നിങ്ങൾ നേരത്തെ എന്നോട് റിക്വസ്റ്റ് ചെയ്തില്ലേ, ഷൂട്ട് അറ്റ് സൈഡ്, അതായിരിക്കും വിധി. അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് മേലൊരു കണ്ണുണ്ട്, ദൈവത്തിന്റെ കണ്ണ്.